നട്ടെല്ലിന്റെ ഡീജനറേഷന് പോലും ഈ പറയുന്ന എണ്ണകൾ കാരണമാകാറുണ്ട്. ദീർഘകാലമായിട്ട് തണുപ്പുള്ള എണ്ണകൾ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നീർക്കെട്ട്, സൈനസൈറ്റിസ്, അലർജി, ഈവൻ നടുവേദന വരെ അത് കൂട്ടാൻ കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ പല്ലിന് കേട് വന്നിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ട്. കണ്ണിൽ കാണുന്ന എല്ലാ സാധനങ്ങളും ഇട്ട് കാച്ചുന്ന എണ്ണ അത് സേഫ് ആയിരിക്കണമെന്നില്ല. ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഹെയർ ഫോള് കുറയ്ക്കാനും ഒക്കെ ഹെയർ ഓയിലിന് കഴിവുണ്ട്. സ്കാൽപ്പിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും സ്കാൽപ്പിലെ ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാനും ഒക്കെ പറ്റിയ ഹെയർ ഓയിലുകളൊക്കെ ഉണ്ട്. അതിന് പറ്റിയ ഇൻഗ്രീഡിയൻസും ഉണ്ട്. എന്നാൽ ഈ ഇൻഗ്രീഡിയൻസ് കറക്റ്റായ അളവിൽ ചേർക്കണം. ഈ തണുപ്പ് കൂടുതലുള്ള ഇൻഗ്രീഡിയൻസിന് നീരിറക്കം ഇല്ലാതാക്കാൻ വേണ്ടി അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ചില ഇൻഗ്രീഡിയൻസ് ചേർക്കാനും ഉണ്ട്. ഇങ്ങനെ കൃത്യമായ തരത്തിലുള്ള ഒരു ഫോർമുലേഷൻ ആകുമ്പോൾ മാത്രമേ അത് പ്രയോജനപ്പെടുകയുള്ളൂ. അതിലും തൈറോയിഡ് പോലുള്ള മെറ്റബോളിക് ഡിസീസുകൾ ഉള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി, മാൽ അബ്സോർപ്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു ഹെയർ ഓയിൽ കൊണ്ട് മാത്രം എന്തെങ്കിലും ഒരു മാജിക് ഉണ്ടാക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വിവിധതരം ഹെയർ ഓയിലുകൾ ഉപയോഗിച്ചിട്ടുള്ള ആളുകളായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അനുഭവം ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഇതിന്റെ താഴെ കമന്റ് ചെയ്യണം കേട്ടോ.